أذكار الصباح. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل وسلم وبارك على നബിയിന മുഹമ്മദിൻ. പ്രിയമുള്ളവരെ, നമ്മൾ അദ്കാറുകളിൽ ഇനി പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ പ്രഖ്യാപനമാണ്. അതായത് അള്ളാഹു റബ്ബാണെന്നും ഇസ്ലാം ദീനാണെന്നും മുഹമ്മദ് നബിയാണെന്നും പ്രഖ്യാപിക്കലാണ്. ഈ ഒരു പ്രാർത്ഥന 3 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് നോക്കാം. റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ വറസൂല. അതായത് അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു കാര്യം, ഒരു മഹത്വം കൂടിയുണ്ട്. ഇതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും എന്ന തലക്കെട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. നിശ്ചയം ഒരാൾ ഈ ദിക്ർ ദിവസവും രാവിലെ ചൊല്ലിയാൽ ഞാൻ എൻ്റെ നേതൃത്വത്തിൽ അയാളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന്. അപ്പോൾ മുസ്ലിം, അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യം. അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണുള്ളത്? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും രാവിലെ 3 തവണ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലുക. റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ വറസൂല. ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥനയ്ക്ക് വളരെയേറെ മഹത്വമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുവാൻ വേണ്ടി വസിയത്ത് ചെയ്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മളിത് ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ രാവിലെ 1 തവണയാണ് ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടത്. അപ്പോൾ അതായത് അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥന: യാ ഹയ്യു യാ ഖയ്യൂം برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. ഇനി ഇതിൻ്റെ മീനിങ് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായമർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നീ നന്നാക്കി തരണമേ. കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത്. വളരെ അർത്ഥവത്തായ, വളരെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണിത്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്, അല്ലേ? പ്രത്യേകം അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ കാര്യം എന്താവും? തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഭംഗിയിൽ, വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ നടത്തി തരുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഈ ഒരു പ്രാർത്ഥന ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മുഖാന്തരം സ്വർഗവും നൽകുമാറാകട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. شر غاسق إذا وقب